ഷിബു നെടുവേലി എല്ലാ കേസും പിൻവലിച്ച് പേപ്പറുകൾ കൊണ്ട് കൊടുത്തു. അന്നേരം വീണ്ടും മത്സരം അംബാസഡറുടെ സ്വഭാവം മാറി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രം എന്നും IPC നിൽക്കണം. ആ ജയിച്ചു വരുന്ന ആൾ കൗൺസിലിൽ നിൽക്കണോ വേണ്ടയോ എന്ന് ജനറൽ പ്രസിഡന്റ് തീരുമാനിക്കും. അപ്പോൾ ഇനി ഇലക്ഷന് ഒരു വിലയില്ല. ജനാധിപത്യം എന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചാൽ പോരെ. എന്തിനാ ഈ പ്രഹസനങ്ങൾ നടത്തുന്നത്? ഈ സഭ എങ്ങനെ വളരണം എന്നുള്ള ഇവർക്കൊന്നും ഒരു വിഷയമേ ഇല്ല. നഷ്ടപ്പെടുന്ന നമ്മുടെ യുവജനങ്ങൾ, അവരെ എങ്ങനെ നമ്മുടെ സഭയിൽ നിർത്താം, അതിനെക്കുറിച്ച് ഇന്നുവരെ കൗൺസിലിൽ സംസാരിച്ചിട്ടേ ഇല്ല. വത്സൻ എബ്രഹാം പാസ്റ്റർ ഈ IPCയിലെ ദൈവദാസന്മാരോട് കുറച്ചും കൂടെ ഒരു ആർദ്രതയോടെ ഇടപെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൈവെള്ള കൊണ്ടു നടന്നത്. കെ എബ്രഹാമിന്റെ കൊച്ചുമോനല്ലേ ഈ സഭയിൽ അദ്ദേഹത്തിന് വലിയ കഴിവുള്ളൊരു മനുഷ്യൻ, അംഗീകാരം കിട്ടിയേനെ. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ സജി പോളുണ്ട്. സജി പോളിനെ പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ ട്രഷറർ ആയിരുന്നു. ഗൾഫ് മേഖലയിലും കേരളത്തിലുമായി നിരവധി വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏറ്റവും അനുഗ്രഹീതനായ ആത്മായ നേതാക്കളിൽ ഒരാളാണ്. ദീർഘവർഷങ്ങളായി സഭാ നേതൃത്വത്തിൽ പല നിലകളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നിരവധി ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നു. പ്രസിദ്ധമായ പവർ വിഷൻ TV ചാനലിൻ്റെ ഡയറക്ടർമാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൂടാതെ IPCക്കാരായ ആളുകൾ സ്ഥാപിച്ച് നടത്തി വരുന്ന കോട്ടയത്തുള്ള വളരെ പ്രസിദ്ധമായ സെമിനാരിയുടെ ഡയറക്ടർ ബോർഡിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അതിന് ദീർഘകാലമായി അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നിലവിലുള്ള പ്രതിസന്ധികളെക്കുറിച്ചാണ്. സഭ വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭരണ സംവിധാനത്തിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. കുറേ കാലങ്ങളായി പല കേസുകളിൽ സഭ അകപ്പെട്ടിരിക്കുന്നു. സഭയുടെ നേതൃത്വം രണ്ട് തട്ടിലായിരിക്കുന്നു. സഭാ ജനങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സഭയുടെ നേതൃത്വ രംഗത്ത് ശക്തമായി നിൽക്കുകയും ഈ പ്രതിസന്ധികളിൽ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറയുവാനുള്ള കാര്യങ്ങൾ സഭാജനങ്ങളോട്, വിശ്വാസ സമൂഹത്തോട് തുറന്നു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട സജി പോളിനെ. യെസ് സൈജ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. സഭാജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ വേദനയും ദുഃഖവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ സഭ കടന്നു പോവുക, വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. നമ്മൾ ഈ പ്രശ്നങ്ങളെ എല്ലാം ഇഴകീറി പരിശോധിക്കുമ്പോൾ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പിടിവാശികൾ മാത്രമാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമെന്ന് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉടലെടുത്ത നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെന്നാണ് എല്ലാ വിഭാഗം ദൈവദാസന്മാരും ദൈവജനങ്ങളും അല്ലെങ്കിൽ IPCക്കാരല്ലാത്ത ആളുകൾ പോലും. ഇന്നലെ ഞാനൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ IPCയിൽ അധികം താമസിക്കാതെ ഒരു വലിയ ഉണർവുണ്ടാകുന്നു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ IPCയിൽ വലിയ ഉണർവുണ്ടാകുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സാമൂട്ടി ഞാൻ ഒരിക്കലും IPCക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം ഞാൻ വേറൊരു പ്രസ്ഥാനം നടത്തുന്നു, വേറൊരു പ്രസ്ഥാനത്തിലെ ആളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ടായി, ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി, ഈ പ്രതിസന്ധിയാണ് സഭയ്ക്കകത്തെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി IPCക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ആയിരക്കണക്കിന്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, IPCക്ക് വേണ്ടി IPCക്കാരല്ലാത്തവർ പോലും ദൈവജനം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിനൊരു പദ്ധതിയുള്ള ഒരു സഭയാണ് IPC. ദൈവം ഉപയോഗിച്ചൊരു സഭയാണ്. ധാരാളം ആയിരക്കണക്കിന് ദൈവദാസന്മാരും കഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് ദൈവജനങ്ങളുമാണ് ഈ സഭയെ ഈ നിലയിൽ വളർത്തിയെടുത്തത്. അപ്പോൾ ആ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷം ഇവിടെ നിലനിന്ന ഒരു പ്രസ്ഥാനം, അത് ഇങ്ങനെ ചിലരുടെ വ്യക്തി താല്പര്യങ്ങളുടെ പുറത്ത് നശിച്ചു പോകരുതെന്ന് ഒരാഗ്രഹമുള്ളവരാണ് പൊതുവിൽ വിശ്വാസ സമൂഹം, ശുശ്രൂഷകന്മാരുടെ സമൂഹം, ആ സഭയ്ക്ക് പുറത്തുള്ള ദൈവജനങ്ങൾ.
അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി നൽകും. സഭ ഒരു പുതിയ പാന്താവിലേക്ക് നയിക്കപ്പെടും, പുതിയൊരു ഇറയിലേക്ക് ഒരു പുതിയ നമ്മുടെ ആഗ്രഹ കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എങ്കിലും ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ ഒരു പകുതി കോടതിയിൽ കിടക്കുന്നു, മറുപകുതി സഭ പല തട്ടിലായി നിൽക്കുന്നു. അപ്പോൾ തന്നെ ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. മറ്റ് പലവിധമായ പ്രശ്നങ്ങൾ ഇതിലേക്ക് മേർജ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് സഭ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം? എങ്ങനെ ഇത് പരിഹരിക്കപ്പെടും? ഇതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? എന്താണ് സജി പോളിന് IPCയുടെ ജനറൽ ട്രഷററായിരുന്ന വ്യക്തിക്ക് മാത്രവുമല്ല ഈ സഭയുടെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്താണ് പറയുവാനുള്ളത്? നമ്മുടെ IPCയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് പറയാൻ 2019 2019 അന്ന് പാസ്റ്റർ വത്സൻ എബ്രഹാം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 തന്നെയല്ലേ? 16 തൊട്ട് 19 വരെ. അതെ. IPCയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ആരംഭിക്കുന്നത് 2019. 2019 വത്സൻ എബ്രഹാം പാസ്റ്റർ പ്രസിഡൻ്റായിട്ടും പാസ്റ്റർ സാം ജോർജ് അവർ സെക്രട്ടറി ആയിട്ടും, അതായത് പാസ്റ്റർ KC ജോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വത്സൻ എബ്രഹാം വിജയിക്കുന്നു. ഓക്കെ. അന്ന് എന്നാൽ അത് ഒരു യഥാർത്ഥമായ തെരഞ്ഞെടുപ്പിലൂടെയും പ്രോപ്പറായിട്ടുള്ള ഇലക്ഷനിലൂടെയായിരുന്നു. അതെ. അന്ന് എല്ലാവരും ആ അംഗീകരിച്ചു. ആ ഒരു 3 വർഷം നല്ല രീതിയിൽ തന്നെ പോയി. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു കല്ലുകടി ഉണ്ടായി എന്ന് പറയുന്നത്, അന്ന് കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഷിബു നെടിവലി പാസ്റ്റർ കൗൺസിലിൽ പറയാതെ അവിടുത്തെ അന്നത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഫസ്റ്റ് വത്സൻ എബ്രഹാം ഒരു പ്രത്യേകിച്ച് കാരണവുമില്ലാതെ എന്തെങ്കിലും രീതിയിൽ മോറൽ സൈഡിലോ സഭയ്ക്കെതിരെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റില്ല. ന്യായമായ കാരണമില്ലാതെ ഇത് വത്സൻ എബ്രഹാം പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കുമ്പനാട് വത്സൻ എബ്രഹാം പാസ്റ്ററേക്കാൾ കൂടുതൽ വലിയ സപ്പോർട്ട്, അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇത് ഭാവിയിൽ വത്സൻ എബ്രഹാം പാസ്റ്ററിന് കുമ്പനാട്ടെ സെൻട്രൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ അങ്ങ് ചിന്തിക്കുക. ഒരു ഭീഷണിയാകുന്നു വളർന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം എൻ്റെ ഒപ്പം നിൽക്കാൻ പാടില്ല എന്നുള്ള മാത്രം ചിന്ത. പിന്നെ കേരള സ്റ്റേറ്റിൽ വത്സൻ എബ്രഹാം പാസ്റ്ററിന് ഒരു സ്വാധീനമില്ല. അത് പണ്ടുതൊട്ടേ ഇല്ല. അത് KC ജോൺ പാസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ മെയിൻ ആൾ. അത് കഴിഞ്ഞ് രാജു ബോക്കാല പാസ്റ്റർ വന്നു, KC തോമസ് പാസ്റ്റർ വന്നു. അങ്ങനെയുള്ള അവരുടെ കൈകളിലാണ് കേരള സ്റ്റേറ്റ് പണ്ടുതൊട്ടേ പോയി. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം വത്സൻ എബ്രഹാം വിദേശത്തായതുകൊണ്ടും അതിന്റെ മെയിൻ കാരണം അതുകൊണ്ട് കേരള സ്റ്റേറ്റിൽ ജനങ്ങളുമായിട്ട് ഒരു പങ്കാളിത്തമില്ല. ജനങ്ങളെ കണ്ടാൽ പോലും അവരെ ഒന്ന് സന്ദർശിക്കാനോ കൈ കൊടുക്കാനോ പോലും അദ്ദേഹത്തിന് സമയവുമില്ല, താല്പര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നു. പിന്നെ IPC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും ഓടിക്കുന്നത്. അപ്പോൾ IPCയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം വേണം താനും. എന്നാൽ അത് മുഴുവനായിട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനോട് വന്നു. IPC മുഴുവൻ കേരളത്തിലെയും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും, അമേരിക്ക, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാകണം, എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാകണം എന്നുള്ളൊരു അസാമാന്യമായ ആവശ്യമില്ലാത്ത ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതിന് തക്കതായിട്ട് കൂട്ടുകിട്ടിയേക്കുന്നതാണ് കുര്യൻ പാസ്റ്റർ. നമുക്കറിയാം 2019 പോലും അദ്ദേഹം തിരുവല്ലയിൽ കൗൺസിൽ മെമ്പറായിട്ട് നിന്ന് തോറ്റുപോയി, കേരള സ്റ്റേറ്റ് കൗൺസിലായിട്ട് നിന്ന് തോറ്റുപോയി, ജനറൽ കൗൺസിൽ തോറ്റുപോയി. ഒരു അംഗീകാരവും ഒരു വോട്ടും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് തിരഞ്ഞെടുപ്പിലൂടെ വരാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ചിന്ത വന്നു. അതേസമയത്ത് വത്സൻ എബ്രഹാം പാസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു പങ്കാളിയായി എല്ലാ കാര്യങ്ങളിലും കൂട്ടായി നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആളായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം കൂടെ വത്സൻ എബ്രഹാം പാസ്റ്റർ കേൾക്കണം. ആ ഒരു സിറ്റുവേഷനിൽ വന്നു. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പുറകിലുള്ളതെന്ന് നമുക്കറിയില്ല. എന്താണേലും ഇന്നിപ്പം കേരളത്തിൽ വത്സൻ എബ്രഹാം പാസ്റ്റർ സംസാരിക്കുന്ന കൂടെ കുര്യൻ പാസ്റ്ററുടെ ഉള്ളൂ. കുര്യൻ പാസ്റ്റർ എന്തു പറയുന്നോ അവിടെ ഒപ്പിട്ട് കൊടുക്കുന്നു, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നല്ലാതെ വത്സൻ എബ്രഹാം പാസ്റ്ററുടെ സ്വന്തം ചിന്തയിലോ സ്വന്തം ബുദ്ധിയിലോ ജ്ഞാനത്തിലോ വിദ്യാഭ്യാസത്തിലോ ഒന്നും ഇന്നും ഒരു IPCയിൽ ഒന്നും ചെയ്തിട്ടുമില്ല, ചെയ്യുന്നുമില്ല ഈ കാലയളവിൽ. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് ബ്ലാക്ക് മാജിക് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സംതിങ് ഈസ് ദർ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അപ്പോൾ ഈ 2019 ഈ ഒരു പ്രശ്നം വന്നു എങ്കിലും ഇത് വലിയ കാര്യമായിട്ട് പ്രതിഫലിച്ചില്ല.
അത് കഴിഞ്ഞ് 2000-ത്തിലാണല്ലോ അല്ല 2019 ഭരണ സംവിധാനമാണ് ഇരിക്കുമ്പോഴാണ് ഷിബു നെടുവേലിയെ പുറത്താക്കുന്നത്. അതായത് കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്നു. നമ്മളത് അങ്ങനെ പറഞ്ഞു വിടുമ്പം ഇതറിയാത്ത ആളുകൾ ചിന്തിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ സെക്രട്ടറിയെ ജനറൽ പ്രസിഡന്റ് പുറത്താക്കി അതിനകത്ത് തന്നെ ഇത്ര കാര്യമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3500ഓളം സഭകളുള്ള IPCയുടെ തന്നെ ഏറ്റവും ശക്തമായ റീജിയനാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ്. IPCയുടെ ഹാർട്ടാണ് കേരളം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എല്ലായിടത്തും വലിയ മുറുമുറുക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇവൻ ജനറൽ കൗൺസിൽ ഞങ്ങളും അതിനെ ശക്തമായിട്ട് എതിർക്കുകയും സംസാരിക്കുകയും ജനറൽ കൗൺസിൽ പല പ്രാവശ്യം ഈ കാര്യങ്ങൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട കെ.സി. പാസ്റ്റർ സുഖമില്ലാതെ കിടന്നിട്ട് പോലും ഒരു ജനറൽ കൗൺസിൽ അദ്ദേഹം ഇത് സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം വൈകാതെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്നേരം ഞങ്ങളുടെ എല്ലാവരുടെ അടുക്കൽ വത്സനബാം പാസ്റ്റർ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തു, ഒരു പ്രോമിസ് ചെയ്തു എന്ന് ഏതായാലും 3-4 കേസുകൾ ഈ ഷിബു നെടുവേലി പാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈ കേസുകൾ എന്ന് പിൻവലിക്കുന്നു? അല്ല, ആ കേസുകളെല്ലാം പുള്ളിയെ പുറത്താക്കിയ ശേഷം പുള്ളി കൊടുത്തത്. അതെ, അല്ലാതെ അതിന് മുമ്പ് അല്ലല്ല, ഈ പുറത്താക്കിയതിന് ശേഷം കൊടുത്ത കേസുകൾ എന്ന് കേസ് പിൻവലിക്കുന്നു 24 മണിക്കൂറിനകം പുള്ളിയെ റീഇൻസ്റ്റോൾ ചെയ്യാമെന്ന് ഞങ്ങളുടെ അടുക്ക എല്ലാം പ്രോമിസ് ചെയ്തു. ഞാനന്ന് ഓർക്കുന്നുണ്ട്. അന്നേരം തന്നെ ഞാൻ തന്നെ പാസ്റ്റർ ഷിബു നെടുവേലിയെ വിളിച്ചു. ഇങ്ങനെയാണ് വത്സനബാം പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഈ കേസുകൾ നാളെ തന്നെ പിൻവലിക്കണം. വത്സനബാം പാസ്റ്റർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ പേപ്പറുകൾ അവിടെ കൊണ്ട് കൊടുത്താൽ റീഇൻസ്റ്റോൾ ചെയ്യാം. നമ്മുടെ സഭയിൽ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു 100% വിശ്വസിച്ചു. കാര്യം നമ്മൾ IPCയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ വത്സനബാം പാസ്റ്ററെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു അംഗീകാരമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ സഭയിൽ പ്രത്യേകിച്ച് ഒരു അംഗീകാരമുണ്ട്. അപ്പം നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വിശ്വസിച്ചു. കേസുകളും അദ്ദേഹം എല്ലാം പിൻവലിച്ചു. ഷിബു നെടുവേലി എല്ലാ കേസും പിൻവലിച്ച് പേപ്പറുകൾ കൊണ്ട് കൊടുത്തു. അന്നേരം വീണ്ടും വത്സനബാം പാസ്റ്ററുടെ സ്വഭാവം മാറി. ഇനിയും കേസുകളുണ്ട്, ഇനിയും പ്രശ്നങ്ങളുണ്ട്. എവിടെ വേറെ ആരോ കൊടുത്തൊരു കേസുണ്ട്, അതും കൂടെ ഷിബു പോയി സംസാരിച്ച് തീർക്കണം. കാര്യം നടക്കത്തില്ലെന്നറിയാം. നടക്കാത്ത ഏതോ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം കുര്യൻ പാസ്റ്റർ തന്നെ ആയിരിക്കാനാ സാധ്യത. കാര്യം കുര്യൻ പാസ്റ്ററെ പോലെ ഒരാൾക്ക് അവരൊരു സ്പേസ് വേണമെങ്കിൽ ഷിബു നെടുവേലി പാസ്റ്റർ അവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ചിന്ത മാത്രമാണ് ഇതിൻ്റെ പുറയിലുള്ള കാരണം. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ ഏകദേശം 2 വർഷത്തോളം വത്സനബാം പാസ്റ്റർ ഇന്ത്യയിലില്ലായിരുന്നു. അതെ. ഇവിടുത്തെ നമ്മുടെ പല പാസ്റ്റേഴ്സ് മരിച്ചു, പല വിശ്വാസികൾ മരിച്ചു. ഒരു മനുഷ്യന് ആഹാരമില്ലായിരുന്നു. പട്ടിണി കിടക്കുന്ന എത്രയോ വിശ്വാസികൾ, പാസ്റ്റേഴ്സ്, കാര്യം ഒരു വരുമാനമില്ല. പാസ്റ്റേഴ്സ് അങ്ങനെ ജീവിക്കുന്നത്. IPC ആ സമയത്തൊന്നും ചെയ്തില്ലേ? IPC കേരള സ്റ്റേറ്റ് അന്ന് നമ്മുടെ ഷിബു നെടുവേലി പാസ്റ്ററുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 10-20 ലക്ഷം രൂപയുടെ സംഗതികൾ ചെയ്തു. ഓരോ വീടുകളിൽ ഈവൻ ഞാനും ഒക്കെ പോയി, ഞങ്ങൾ കിഴക്കൊക്കെ പോയി കുമളിയിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ചെയ്തു. എന്നാൽ ജനറൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 1 രൂപയുടെ സഹായം ആർക്കും ചെയ്തിട്ടില്ല. എന്നാൽ നമുക്കറിയാം വത്സനബാം പാസ്റ്റർ വിചാരിച്ചാൽ ഇവൻ 10 കോടി രൂപ വേണേലും ഈ IPCക്ക് വേണ്ടി ആ സമയത്തൊക്കെ കൊണ്ടുവരായിരുന്നു. അദ്ദേഹം ആ കൂടെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജ് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തല്ല. IPCക്കാർക്ക് വേണ്ടി, IPCയിലെ പാസ്റ്റേഴ്സിന് വേണ്ടി, IPCയിലെ വിശ്വാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അത് ജനങ്ങളിലെല്ലാം ഒരു പൊതുവേ ഒരു സംസാരമുണ്ടായി. ഇലക്ഷനാണല്ലോ, ഇലക്ഷനിൽ ഇതൊക്കെ പ്രതിഫലിക്കുമല്ലോ. 2002 ആക്ച്വലി ഇലക്ഷൻ നടത്തണം. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിന്ത വന്ന് 2022 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇവർ കയറിയത്. ഒക്ടോബറിലാണെന്ന് തോന്നുന്നു കയറിയത്. അപ്പോൾ ഒക്ടോബറിൽ ന്യായമായിട്ടും ഇലക്ഷൻ നടക്കണം. അപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിൽ വന്നു. അത് കറക്റ്റുമാണ്. കാര്യം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് സഭയിൽ ഇത്രയും പേര് മരിച്ചു. ഒരാളുടെ ശവം അടക്കാൻ പോലും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡന്റ് ഇവിടെ ഇല്ലായിരുന്നു. എത്രയോ പേര് ഇവിടെ വന്ന് ഈ പാവങ്ങളെയൊക്കെ സഹായിച്ചു. എന്നാൽ ഇദ്ദേഹം വന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ജയിക്കത്തില്ല എന്നുള്ള പേടി വന്നപ്പോൾ ഇവർ പെട്ടെന്ന് അതുവരെ ഈ 3 വർഷം സമയമുണ്ടായിട്ട് ഈ ഭരണഘടനാ ഭേദഗതി ഒന്നും വരുത്താൻ നിൽക്കാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ഭരണഘടനാ ഭേദഗതി പ്രഖ്യാപിച്ചു. അല്ല, അത് പറയുമ്പോഴേ ഈ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നുള്ളത് നേരത്തെ മുതലേ, അതായത് ഈ 2019 വത്സൻ എബ്രഹാം ജയിക്കുന്നതിന് മുൻപ് തന്നെ സഭയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനൊരു കമ്മിറ്റി എടുക്കുകയും അങ്ങനെ എഴുതി തയ്യാറാക്കുകയോ വില്യംസ് ആയിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്നത്. ഓക്കെ. അദ്ദേഹം അന്ന് ഒത്തിരി സജഷൻസ് വെച്ചു, പബ്ലിക്കിൽ നിന്ന് ഒത്തിരി സജഷൻസ് കൊണ്ടുവന്നു.
പക്ഷെ ഇവിടെ എല്ലാം വരുന്നൊരു പ്രശ്നം, ഈ സഭ എങ്ങനെയൊക്കെ വരുന്നാലും വത്സൻ എബ്രഹാം പാസ്റ്റർ അല്ലെ അവരുടെ കീഴിൽ നടത്തുന്ന ചർച്ചുകൾ, പ്രസ്ഥാനങ്ങൾ, ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്ക് അതിനെല്ലാം ഒരു സ്പേസ് IPCയിൽ വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഇതെല്ലാം കൊണ്ടുവന്നത്. അതായത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായ സ്ഥാപനങ്ങൾ IPCയിൽ പുള്ളി അതിന്റെ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അതെല്ലാം പുള്ളിക്ക് നടത്തണം. അത് നടത്തണം. അപ്പം അതിനുള്ള ഓരോ പോയിന്റുകൾ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ജനറൽ കൗൺസിലിൽ അത് പാസ്സായില്ല. പിന്നെ അതങ്ങ് ഉഴപ്പിപ്പോയി. പിന്നെ ആ കാര്യമേ അങ്ങ് വിട്ടായിരുന്നു. എന്നാൽ വത്സൻ എബ്രഹാം പാസ്റ്ററിന് അദ്ദേഹം ഏതോ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു, വന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരണം എന്നുള്ള അത്യാവശ്യമാണ്. കാര്യം 2002 കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് കഴിഞ്ഞ് ലോകം എത്രയോ മാറി. അപ്പോൾ അതനുസരിച്ച് ഇതിനും വ്യത്യാസം വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം ഉണ്ടാക്കണം. എന്നാൽ ഇത് അന്നല്ല ചെയ്യേണ്ടത്. അദ്ദേഹം 2019 കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഇത് ഈസിയായിട്ട് പാസ്സായി പോലെ. ഇത് 2002 ഇലക്ഷന് 2 മാസം മുമ്പ് ആണ് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 മാസമേ ഉള്ള ഇലക്ഷന് സമയം. പെട്ടെന്നൊരു അമെൻമെന്റ് കമ്മിറ്റി എടുത്തു. അതിനകത്ത് ഞാനൊരു അംഗമായിരുന്നു. ഞങ്ങൾ ഒരു 5 or 6 പ്രാവശ്യം അതിനു വേണ്ടി കൂടി. ഫസ്റ്റ് ഡേയിൽ തന്നെ കൂടുമ്പോൾ വത്സൻ എബ്രഹാം പാസ്റ്റർ സൂമിലാണ് കൂടുന്നത്. ഒരു വലിയ ഇത്രയും ഉള്ളൊരു പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വായിക്കുക. അപ്പം വായിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഇത് വായിക്കുന്ന നമ്മളിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കമ്മിറ്റി, ഇത് അമെൻമെൻറ്റ്സുകൾ ഉണ്ടാക്കാനല്ലേ നമ്മളിവിടെ വന്നത്. അപ്പം പഴയത് വായിച്ചിട്ട് ഓരോന്ന് ഇതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടെന്നല്ലേ പറയുന്നത്. അന്നേരം എൻ്റെ അടുക്കെ പെട്ടെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ എക്സിക്യൂട്ടീവ്സ് എല്ലാം കൂടി ഇരുന്ന് ഉണ്ടാക്കിയതായി ഈ പേപ്പർ എന്നുള്ളത്. ഞാനെന്ന് അത് കഴിഞ്ഞ് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. പുള്ളിയുടെ ലീഗൽ ടീം, അവരുടെ അഡ്വക്കേറ്റുമാരും കുത്തിയിരുന്ന് ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പുള്ളിയുടെ താല്പര്യപ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അതെ, അത് നമ്മുടെ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ മാറിയിട്ട് അതൊരു ജനാധിപത്യപരമായ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 1-2 പാപ്പുഴകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സെൻട്രൽ പാസ്റ്റേഴ്സിനൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റേണ്ട അത്യാവശ്യമായിരുന്നു. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി തന്നെ സെൻട്രൽ പാസ്റ്റേഴ്സിന് മിനിമം 10 വർഷമെങ്കിലും കൊടുക്കണമെന്ന് ഞങ്ങളെല്ലാവരും അന്ന് പറഞ്ഞതാണ്. കാര്യം അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നു, അല്ലെ അവരുടെ പ്ലാൻ അനുസരിച്ച് ഒരു സെൻറ്റർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് സമയമെടുക്കും. അപ്പം അത് പിന്നെ 7 ആക്കി കുറച്ചു. വത്സൻ എബ്രഹാം പാസ്റ്റർ 7 ആക്കി. അതൊക്കെ ന്യായമായിട്ട് മാറ്റേണ്ട കാര്യങ്ങളാണ്. മാറ്റേണ്ടത് മുഴുവൻ മാറ്റണം, അതിന് പ്രശ്നമില്ല. എന്നാൽ ഇതല്ല പ്രശ്നം ഇവിടെ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുറേ മാനുഷികമായ ഒരു എന്താ പറയുക, അതിന് അദ്ദേഹത്തിൻ്റെ മാത്രം ചില ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രം എന്നും IPC നിൽക്കണം എന്നുള്ള രീതിയിലുള്ള കുറേ പോയിന്റുകൾ അതിനകത്ത് കയറ്റി. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം നമ്മുടെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഒരാളെ മുടക്കണമെങ്കിൽ, ഇപ്പം സാങ്കുട്ടി പാസ്റ്ററെ മുടക്കണമെങ്കിൽ IPCയുടെ ജനറൽ വിചാരിച്ചാൽ നടക്കത്തില്ല, സ്റ്റേറ്റ് വിചാരിച്ചാൽ നടക്കത്തില്ല. IPCയുടെ ഏത് സഭയിലെ അംഗമാണ് സാങ്കുട്ടി പാസ്റ്റർ അങ്ങനെ മുടക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ജനാധിപത്യ മര്യാദ. സഭയിൽ നിന്ന് പ്രോസസ്സ് അങ്ങനെ വരുന്നത്. ഇത് മേളിൽ ഇരുന്നിട്ട് ഇപ്പം വത്സൻ എബ്രഹാം പാസ്റ്ററിന് ഒരാളെ മുടക്കണേ, അദ്ദേഹത്തിനെ എങ്ങനെ വത്സൻ എബ്രഹാം പാസ്റ്ററിന് അറിയുന്നത്? അപ്പം ആരെങ്കിലും ഒരാൾ ഇന്നയാളെ മുടക്കാൻ പറഞ്ഞാൽ മുടക്കുന്നതാണോ ശരി? അല്ലല്ലോ. ആ സഭയ്ക്കറിയാം ആ സഭയിൽ എന്ത് തെറ്റാണ് കാണിച്ചത്, അത് ദൈവവചനത്തിന് വിരുദ്ധമാണോ, സഭയുടെ നിയമങ്ങൾ വിരുദ്ധമാണോ. ആ വ്യക്തിക്ക് അയാളെ കുറിച്ചുള്ള ആരോപണത്തെക്കുറിച്ച് ന്യായം പറയുവാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അതെ, അത് സഭയിലേ നടക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ കൗൺസിലിൽ വന്നാൽ നമുക്കറിയാം, കൗൺസിലിൽ വന്നാൽ ഇവർക്ക് ആർക്കും അറിയാൻ മേലാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് തെറ്റായ ഒരു നയമാണ്. ഞങ്ങളത് പറഞ്ഞാൽ അത് പാടില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാർ ഈ സഭയുടെ നിയന്ത്രിച്ച് വന്നത്, അത് മതി. അതല്ലാതെ ഇപ്പോൾ ഈ കാലോചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ കുഴപ്പമില്ല. അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇലക്ഷൻ നടക്കുന്നു, കൗൺസിലോട്ട് ഇലക്ഷൻ നടക്കുന്നു. ഒരു ഇലക്ഷനിൽ ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എത്ര സെൻറ്ററുകളുണ്ടോ ആ സെൻറ്ററുകളിൽ നിന്നെല്ലാം വോട്ട് കിട്ടിയല്ലേ ഇരിക്കുന്നത്. അപ്പം മാക്സിമം ജനാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ കഠിന ശോധനയിലൂടെ ഒരാൾ ജയിച്ച് കൗൺസിലിൽ വരുന്നത്. ആ ജയിച്ച് വരുന്ന ആൾ കൗൺസിലിൽ നിൽക്കണോ വേണ്ടയോ എന്ന് ജനറൽ പ്രസിഡന്റ് തീരുമാനിക്കും. അപ്പോൾ ഇനി ഇലക്ഷന് ഒരു വിലയില്ല, ജനാധിപത്യം എന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചാൽ പോരെ, എന്തിനാ ഈ പ്രഹസനങ്ങൾ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ജനാധിപത്യപരമായും ദൈവവചനത്തിനും നമ്മുടെ പിതാക്കന്മാരൊക്കെ വെച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ സഭ എങ്ങനെ വളരണം എന്നുള്ള ഇവർക്കൊന്നും ഒരു വിഷയമേ ഇല്ല. നഷ്ടപ്പെടുന്ന നമ്മുടെ യുവജനങ്ങൾ, അവരെ എങ്ങനെ നമ്മുടെ സഭയിൽ നിർത്താം, അതിനെക്കുറിച്ചൊന്നും ഇന്നുവരെ കൗൺസിലിൽ സംസാരിച്ചിട്ടേ ഇല്ല. അതോ അങ്ങനെയുള്ളൊരു വീക്ഷണമല്ല. എങ്ങനെ വളർച്ചയെക്കുറിച്ചുള്ള ഒരു ആലോചനകളും കൗൺസിലുകളിൽ നടന്നിട്ടില്ല. അതുമല്ല, സഭയുടെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, അല്ലെ ഒരു ആതുര സേവനം ചെയ്യാൻ എന്തെങ്കിലും വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബോധറേഷനേ അല്ല.
ഇവർക്ക് എൻ്റെ സീറ്റ് എങ്ങനെ ഉറപ്പിക്കാം, എന്നെ ആരും ഇവിടുന്ന് മാറ്റരുത്, മരിക്കുന്നവരെ ഞാനിവിടെ ഇരിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം. അതിന് കുറേ പേരെ കൂട്ടുപിടിക്കും, അവർക്ക് എന്തെങ്കിലും കൊടുക്കും, അങ്ങനെ കൊടുത്ത് അവരും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പിന്നെ അവരുടെ കുടുംബത്തിന് എന്താണെങ്കിലും നമ്മുടെ സഭയിൽ ഒരു അംഗീകാരവും ഒരു റെസ്പെക്റ്റും ഉണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പം കുറേയൊക്കെ പോയി, ഇപ്പോൾ അവർ തന്നെ കളഞ്ഞു എന്ന് വേണം പറയാൻ. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വത്സൻ എബ്രഹാം പാസ്റ്റർ ഈ IPCയിലെ ദൈവദാസന്മാരോട് കുറച്ചും കൂടെ ഒരു ആർദ്രതയോടെ ഇടപെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൈവെള്ളെ കൊണ്ടു നടന്നേ. കാരണം ഈ കെ എബ്രഹാമിന്റെ കൊച്ചുമോനല്ലേ ഈ സഭയിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരം കിട്ടിയേനെ. പക്ഷെ ഇത് ചിലരുടെ മാത്രം കയ്യിൽ പുള്ളി ഒരു പാവയായിട്ട് ഇങ്ങനെ ഒരു പപ്പറ്റായിട്ട് പുള്ളി ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല പുള്ളിയെ ആരാണ്, എന്താണ് പുള്ളിയുടെ മനസ്സിലൂടെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ ജനാധിപത്യ രീതികളെ കുറിച്ചൊന്നും പുള്ളിക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ ഒരു ലോക്കൽ സഭയിൽ ഇരുന്നിട്ടില്ല. ഒരു ലോക്കൽ സഭയിലെ ശുശ്രൂഷന്റെ പ്രശ്നം എന്താണ്, ഒരു വിശ്വാസിയുടെ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇന്ന് വരെ നമുക്ക് സഭയ്ക്ക് എന്താ ഉള്ളത്? നമ്മൾ ഈ ചർച്ചക്കോട് അല്ലെങ്കിൽ അസംബ്ലീസ് ഓഫ് കോഡൊക്കെ വെച്ച് അവിടെയൊക്കെ ഹെഡ് ഓഫീസൊക്കെ ഒന്ന് പോയി കണ്ടേ. നമുക്ക് പാവപ്പെട്ട ഒരു ജേക്കബ് ജോൺ പാസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ കെട്ടിടമെങ്കിലും അവിടെ ഒന്ന് വന്നു. നമുക്ക് ഒരു 4 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ചു. അത് തന്നെ വത്സനാഭ്യാസം എനിക്ക് പലപ്പോഴും എനിക്ക് ലജ്ജ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ. മുൻകാല ഭരണസമിതി ഉണ്ടാക്കിയ കടം മുഴുവൻ ഞാൻ വീട്ടി എന്ന് പലപ്പോഴും പറയുന്നത്. അത് ഈ ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു ഞാനിരുന്ന സമയത്തിൻ്റെ മുമ്പത്തെ ഭരണസമിതിയിലാണ് ആ ലോൺ എടുത്തത്. അത് ലോൺ എടുത്ത് 4 ഏക്കർ സ്ഥലം നമ്മളവിടെ വാങ്ങിച്ചു. ഈ സ്ഥലം നമ്മൾ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ബാക്കി പൈസ ബാങ്കിൽ ഇട്ടിട്ടല്ല വാങ്ങിക്കുന്നത്. നമ്മൾ ഈ ജേക്കബ് ജോൺ എന്ന് പറയുന്ന പാസ്റ്റർ ഓരോ സ്ഥലങ്ങളിലും വീടുകളിലും പോയി ഓരോരുത്തരുടെയും നിന്നും പിരിച്ചു വാങ്ങിക്കുക. അതറിയാമല്ലോ, ബെഗ് ചെയ്തെന്ന് തന്നെ പറയാം. കാര്യം പിരിക്കാൻ പോകുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അവർ പറയുന്ന മുഴുവൻ കേട്ട് അവിടെ കുത്തിയിരുന്ന് അവർ തരുന്ന എല്ലാം കഴിച്ച് എല്ലാം കുടിച്ച് എന്തെങ്കിലും കിട്ടിയാൽ അത് വാങ്ങിച്ച് അങ്ങനെ പിരിച്ച പൈസയാണ് ഇതിനൊക്കെ ഉപയോഗിച്ചത്. 4 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഏറ്റവും കുറഞ്ഞൊരു 4 ലക്ഷം രൂപ ഒരു സെൻറ്റിനുണ്ട്. എത്ര രൂപയുടെ മുതലായി? 10-15 കോടി രൂപയുടെ മുതലായില്ലേ? അതിനു വേണ്ടിയാണ് ഈ 1,60,000 രൂപ കടം എടുത്തത്. അതിൻ്റെ 1,60,000 സോറി 1,60,00,000 രൂപ കടം എടുത്തത് അതിനു വേണ്ടിയാണ്. അത് ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി എടുത്തത് നമുക്ക് എല്ലാവരും കൂടെ അടയ്ക്കാം. പക്ഷേ വത്സൻ എബ്രഹാം വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് അടയ്ക്കാനുള്ള കടവേ ഉള്ളത്. എന്നാൽ അദ്ദേഹം ഇത് ആ ഭരണസമിതിയെ കുറ്റം പറയാനോ ഉദ്ദേശിച്ചു. ഭരണസമിതി പിരിവ് നടത്തിയപ്പോൾ വത്സൻ എബ്രഹാമിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് കാര്യമായിട്ട് ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ ജേക്കബ് ജോൺ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്ന ഭരിച്ച ആ സമയങ്ങളിൽ 6 വർഷങ്ങളിൽ വത്സൻ എബ്രഹാം പാസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം കൺവെൻഷനൊക്കെ 50,000 രൂപ ഒക്കെ അദ്ദേഹം തന്നിട്ടുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ട്രഷറായിരുന്ന സമയത്ത് എൻ്റെ കൈ കൊണ്ട് 50,000 ഒക്കെ തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഒരു കൗൺസിൽ പണിതു. കൗൺസിലിന് ഏകദേശം കൗൺസിൽ ഹാള് അതിന് 74 ലക്ഷം രൂപ എന്നായിരുന്നു എൻ്റെ ഓർമ്മ. അത് എല്ലാ കൗൺസിൽ മെമ്പേഴ്സും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ 1-2 ലക്ഷം രൂപ കൊടുത്തു. പക്ഷേ എബ്രഹാം ഒരു പൈസ പോലും തന്നിട്ടില്ല. ഇന്നത്തെ ആ ഭരണസമിതി ഇരിക്കുന്ന ആരും അതിനുവേണ്ടി 1 രൂപ തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സഭയുടെ വികസനത്തിന് വേണ്ടിയോ സഭയുടെ ഒരു നമ്മുടെ സഭ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? വെറും ഒരു ഒലക്കീറിട്ട് ഹോള് കിട്ടിട്ട് അതാണ് ഞങ്ങളുടെ സഭ എന്ന് പറയുന്നതാണോ സഭ? ഒരു എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാൻ പാടില്ലാണ്ടാണോ? എത്രയോ പേർക്ക് ചെറിയ സഭക്കാർക്കുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാഴ്ചയല്ല ഈ സഭ. IPCയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് സ്വന്തമായ കാര്യങ്ങൾ എന്തുണ്ടാക്കാൻ പറ്റും? എല്ലാവർക്കും ഉണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ സഭയ്ക്ക് നമ്മൾ പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈവൻ നമ്മുടെ ജേക്കബ് ജോൺസ് പാസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ച സ്ഥലമല്ലാതെ ഇന്ന് വരെ 1 സെൻറ്റ് സ്ഥലം അതിന് കിട്ടിയോ? ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും നമ്മൾ അഡ്വാൻസ് കൊടുത്ത കുറച്ച് സ്ഥലം കൂടെ അവിടെ ഉണ്ട്. അത് എഴുതിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ട്രാൻസ്ഫോമർ വെച്ചത്, പുതിയ കൗൺസിൽ ഹാള് പണിതത്, ആ ബിൽഡിങ്ങുകൾ മുന്നോട്ട് പണിതത്, സീവറേജ് പ്ലാന്റ്, സ്റ്റേഡിയം പണിതത്, ഇതെല്ലാം ജേക്കബ് ജോൺ പാസ്റ്റർ എന്ന് പറയുന്ന വളരെ സാധുവായ ഇതിനൊന്നും കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പാഷനുണ്ട്. ഹൃദയത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പാഷൻ എന്നല്ലാതെ അതിൻ്റെ ടെക്നോളജി അറിയത്തില്ല, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും അദ്ദേഹത്തിന് ആ രീതിയിൽ. സത്യത്തിൽ ജേക്കബ് ജോൺ പാസ്റ്റർ ഓർക്കുമ്പം പിന്നെ നമുക്ക് തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിൽ
പുള്ളി ആളുകളോട് പണം ചോദിച്ചു. അത് പുള്ളിയുടെ ഒരു ശൈലിയാണ്. അല്ല, അത് ചോദിച്ചത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, പുള്ളി 1 രൂപ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. പുള്ളി അത് മുഴുവൻ ചോദിച്ചത് സഭയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പുള്ളിയുടെ ആ ഒരു ആർദ്രതയുടെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കൺവെൻഷനുകളിൽ ഇന്ന് വരെ വരുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നില്ലായിരുന്നു. അന്ന് അവിടെ വന്ന് കുറേ പാസ്റ്റേഴ്സിനും കുറച്ച് ടോപ്പിലുള്ളവരൊക്കെ മാത്രമായിരുന്നു ആഹാരം കഴിച്ചു വരുന്നത്. എന്നാൽ അദ്ദേഹം വന്ന് അന്ന് മുതൽ ചെയ്തത് അവിടെ വരുന്ന സകല മനുഷ്യർക്കും അവർ വിശന്ന് പോകരുത്. കാര്യം 8 മണി 9 മണിക്ക് യോഗം തീർന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ 11 മണിയാവും. അവർ വിശന്ന് 11 മണി വരെ വീട്ടിൽ പോയി ചെന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് പുള്ളി കണ്ട് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും അല്ല, അത് അത്ര ഈസി ഒന്നുമല്ല. കാര്യം ഇന്നിപ്പോൾ എത്ര പേരാണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നമ്മുടെ വീട്ടിൽ 10 പേര് വരുന്നുണ്ടെന്നല്ലേ 10 പേർക്ക് ഭക്ഷണം വെക്കാൻ പറ്റൂ. 10 പേർക്ക് വേണ്ടി ഭക്ഷണം വെക്കുമ്പോൾ വരുന്ന 30 പേരാണ്, എങ്ങനെ കൊടുക്കും? അപ്പോൾ അതെല്ലാം അതുപോലെ ബുദ്ധിമുട്ടിയാണ്. അതെല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. 6 വർഷവും നന്നായിട്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴും അത് കൊടുത്തു പോകുന്നുണ്ട്, ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ആർദ്രതയുള്ള മനുഷ്യനായിരുന്നുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ. എന്നാൽ ഈ വത്സൻ എബ്രഹാം പാസ്റ്ററിന് എന്തുമാത്രം കോൺടാക്ട്സുകളുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വലിയ പ്രീച്ചറാണ് അദ്ദേഹം. വിചാരിച്ചാൽ IPC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ലോകത്തിൽ നമ്പർ 1 ആക്കാം. അത്രയ്ക്കും കഴിവും പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. എന്നാൽ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനങ്ങളിലോട്ട് മാത്രം IPCയെ ഒരു വേർതിരിച്ച് കണ്ടുകൊണ്ട് ചെയ്തു. എന്നാൽ ഇതിൻ്റെ സ്ഥാനം വേണം, ഇതിൻ്റെ എല്ലാം എനിക്ക് വേണം, എന്ന എൻ്റെ കയ്യിൽ നിന്നൊന്നും മുടക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ജനങ്ങളിൽ നിന്ന് അദ്ദേഹം കുറച്ച് അത് ചിന്തിക്കുന്ന ആളും കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരേ ഉള്ളൂ. പാവപ്പെട്ട ദൈവദാസന്മാർക്കോ അല്ലെ വിശ്വാസികൾക്കൊന്നും ഇത്രയൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവർ വലിയൊരാളായിട്ട് തന്നെ കാണുന്നു, അങ്ങ് പോകുന്നു എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഈ ഇലക്ഷൻ അദ്ദേഹം ഒരു പെട്ടെന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നടത്തി, ഒരു ജനറൽ ബോഡി നടത്തി. 2 മാസം മുമ്പ്, ഇലക്ഷന് 2 മാസം മുമ്പ് ജനറൽ ബോഡി നടത്തി. ഈ ജനറൽ ബോഡിയിൽ സാധാരണ നമ്മുടെ ഒരു സൊസൈറ്റിയാണ്, സൊസൈറ്റി ആക്ട് പ്രകാരം, അതും ആന്ധ്രാപ്രദേശിൻ്റെ സൊസൈറ്റി ആക്ടിൽ പറഞ്ഞ കംപ്ലയൻസസോടുകൂടി മാത്രമേ ഒരു ജനറൽ ബോഡി നടത്താൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ലംഘിച്ചാണ് പുള്ളി ചെയ്തത്. നിയമപ്രകാരമേ അല്ല ചെയ്തത്. കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ടുണ്ട്, സഭയിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അവിടെ വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ വന്നതാരാ? ഏതെങ്കിലും പാസ്റ്ററുടെ ലെറ്റർ മതി. അപ്പം ഇവരുദ്ദേശിച്ച എന്നതാ, നിയമപ്രകാരം റെപ്രസെൻറ്റേറ്റീവായിട്ട് ജയിച്ചവർ ഒരുപക്ഷെ ഇവരെ അനുകൂലിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവരെ അനുകൂലിക്കുന്ന 2 പേര് സഭയിൽ നിന്ന് വന്നാൽ മതി. പാസ്റ്ററുടെ ലെറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് അംഗീകാരം. അങ്ങനെ തന്നെ അതിനെ കൊണ്ടുപോയി. എന്നിട്ടും അവിടെ വന്നതിൽ 90% ആളുകളും ഏകൻസ്റ്റായിരുന്നു. കാര്യം അന്ന് അവിടെ ആദ്യം വായിച്ച ഫസ്റ്റ് ക്ലോസ് തൊട്ട് 2-2:30 വരെ ഉണ്ണാൻ പോകുന്നവരെ പ്രിയാമ്പിൾ തൊട്ട് തകർത്ത് ഒരെണ്ണം പോലും അവിടെ പാസ്സാകാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇത് പിരിച്ചു വിട്ടേക്കാമെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഉണ്ണാൻ ഊണ് കഴിച്ചിട്ട് നമുക്ക് ഊണ് കഴിക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പോയി. പിന്നെ അവസാനം എനിക്ക് തോന്നുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരോട് പോകരുത്, തിരിച്ചു വരണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നോർമലി വന്ന 1100 പേരന്ന് വന്നതാണ് ഏകദേശം. അതിൽ ഒരു 700 പേര് പോയി. പിന്നെ 300 പേരുള്ളപ്പോൾ വീണ്ടും ഇദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകൾ വായിക്കാൻ തുടങ്ങി. അത് ഞാനും അന്ന് പങ്കെടുത്തതാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടത്തുമ്പോൾ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് വരുത്താൻ പോകുന്ന അമെൻമെന്റ് എന്താണെന്ന് ഈ വരുന്ന പ്രതിനിധികൾക്കെങ്കിലും പ്രിന്റ് ചെയ്ത് കിട്ടണ്ടേ? അതൊന്നുമില്ല, ഇത് ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് അവിടെ അന്നേരം ഒരു സ്ക്രീനിൽ ഇത് പ്രദർശിപ്പിക്കുകയാണ്, അത് വായിച്ചു വിടുക. അത് ഇംഗ്ലീഷിലാണ് പ്രദർശിപ്പിക്കുന്നത്. അവിടെ വന്നവരിൽ ഒരു നല്ല പങ്കിലും അത് ആ സ്ക്രീനിൽ വായിക്കുന്ന സമയത്ത് കാണുന്നത് കൊണ്ട് മാത്രം അത് അതിന്റെ അർത്ഥങ്ങളോ കാര്യങ്ങളോ കൃത്യമായി മനസ്സിലാക്കി. ഇംഗ്ലീഷ് അങ്ങനെ അറിയാവുന്നവർ വളരെ കുറവേ ഉള്ളൂ. ഒരു 15% ആൾക്കാർ അല്ലെങ്കിൽ 20% ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതിൽ, ബാക്കിയുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്നിനും സമ്മതിക്കാഞ്ഞതും. അത് കഴിഞ്ഞ് വളരെ ട്രിക്കി ഇതെല്ലാം പാസ്സായി എന്നും പറഞ്ഞ് ഇത് കൊണ്ടുവന്ന് ആന്ധ്രയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അവിടെയും വളരെ ഒരു വഞ്ചനാപരം കാണിച്ചു. നമ്മളന്ന് 1100 പേരെ വിളിച്ചു വരുത്തിയ ജനറൽ ബോഡി മറച്ചു വെച്ചിട്ട് ഏലൂര് കൊണ്ട് കൊടുത്തത് 7 പേരടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് IPC റൺ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് ഈ 7 പേര് സൈൻ ചെയ്ത് പേപ്പറുമായിട്ടാണ് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തത്. വളരെ വഞ്ചനയാണ്. ഇത്രയും ആൾക്കാർ എക്സിക്യൂട്ടീവ്സും പിന്നെ നമ്മുടെ ആന്ധ്രയിലെ നോയൽ പാസ്റ്റർ, അങ്ങനെ ഒരു 4-5 പേരും കൂടെ. എക്സിക്യൂട്ടീവ്സ് 6 പേരല്ലേ, 6ഉം 5 11 പേരാണെന്ന് എനിക്ക് തോന്നുന്നു. 11 പേരാണെന്ന് എൻ്റെ ഓർമ്മ.
അങ്ങനെ അല്ലാതെ ഈ ജനറൽ ബോഡിയുടെ ഒപ്പില്ല, ഒന്നും വെച്ചില്ല. അതുകൊണ്ട് ജനറൽ ബോഡി എല്ലാവരും ഒപ്പിട്ടില്ലല്ലോ, വെറും വൈറ്റ് പേപ്പറെ വെറുതെ ഒപ്പിടുമല്ലായിരുന്നു. ജനറൽ ബോഡിയുടെ ഒപ്പിടും അങ്ങനെയാണ് ഇടുന്നത്. നമ്മൾ മിനിറ്റ്സ് ബുക്കിലാണ് എഴുതിയിടേണ്ടത്. മിനിറ്റ്സ് ബുക്ക് എല്ലാവരും കൊണ്ട് എഴുതിച്ചില്ല. കാര്യം അങ്ങനെ വെച്ചാൽ വോട്ടിട്ടതിൻ്റെ പേപ്പർ അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ വോട്ടിട്ടാൽ ഇത് പാസ്സാകത്തില്ലെന്നറിയാം. അതുകൊണ്ട് വളരെ ട്രിക്കി ആയിട്ട് കാൽക്കുലേറ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ പാളിച്ച വന്നത് ഇതിനു മുമ്പ് നമ്മുടെ സേവ് IPCയിലുള്ള മാത്യു സാർ എല്ലാം കൂടെ തിരുവല്ല മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് നടക്കുന്നുവെന്നും ജനറൽ ബോഡി പ്രോപ്പറായിട്ടല്ല നടത്തുന്നതെന്നും ഒക്കെയുള്ളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അത് ഈ ജനറൽ ബോഡി വെച്ചതിൻ്റെ 3 ദിവസം മുമ്പാണ് കോടതിയിൽ കേസായിട്ട് വന്നത്. അന്ന് വാദിച്ചപ്പോൾ കോടതി ജഡ്ജി പറഞ്ഞു, ഇത് ഇനി 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഈ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഏതായാലും വെച്ച ജനറൽ ബോഡി നടക്കട്ടെ. കാര്യം അത് ഓൾറെഡി പേപ്പറിൽ പരസ്യമൊക്കെ കൊടുത്തു, അത് നടക്കട്ടെ. ഇത് നടന്നു കഴിഞ്ഞിട്ട് ഇത് ഏലൂർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ കോടതിയിൽ കൊണ്ടുവന്ന് ഇത് സബ്മിറ്റ് ചെയ്യണം, കോടതിയും കൂടെ കണ്ടിട്ട് മാത്രമേ കൊടുക്കാവൂ പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ ഈ ഒരു കാര്യമേ ചെയ്തില്ല. അപ്പം മാത്യു സാറെല്ലാം കൂടെ ഈ വിധിയായിട്ട് നേരെ ഏലൂർ പോയി. ഏലൂർ രജിസ്ട്രാർക്ക് ഈ വിധി കൊണ്ട് കൊടുത്തു. ഇത് ഇങ്ങനെയാണ് സംഭവമെന്നും അതുകൊണ്ടാണ് ഏലൂർ രജിസ്ട്രാർ ഇത് രജിസ്റ്റർ ചെയ്തില്ല. ഏലൂർ രജിസ്ട്രാറെ പല രീതിയിൽ സ്വാധീനിക്കാൻ പല രീതിയിൽ നോക്കി. എന്നാലും എനിക്ക് വന്ന ഒരു ദൈവത്തിൻ്റെ കാരണമായിരിക്കും. കാര്യം അവർ വിചാരിച്ചാലോ നോർമലി ഒരു ഗവൺമെൻറ് ഓഫീസറെയൊക്കെ സ്വാധീനിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ എങ്ങനെയോ അദ്ദേഹം വളരെ സ്റ്റേണായിട്ട്, അത് ഇന്നും സ്റ്റേണായിട്ട് ഇരിക്കുക. എന്നാൽ ഇവർ പറഞ്ഞു വരുത്തിയത് എന്തൊക്കെയോ ആരൊക്കെയോ കൊണ്ട് കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയോ. 1 രൂപ ഒരു മുട്ടായി പോലും ആര് വാങ്ങിച്ചുകൊണ്ടാണ് എൻ്റെ അറിവില്ല. കാര്യം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ എല്ലാത്തിനകത്തും മുന്നിൽ നിൽക്കാൻ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നില്ല. എങ്കിലും അറിയാവുന്നിടത്തോളം കാലം ഒരു സ്വാധീനം ആരും ചെയ്തിട്ടില്ല. അത് ദൈവമായിട്ട് ആ രജിസ്ട്രാരോട് സംസാരിച്ച് അദ്ദേഹം അത് തടഞ്ഞതാണ്. അതിന്നും തടഞ്ഞു തന്നെ ഇരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വത്സൻ എബ്രഹാം പാസ്റ്റർ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. ആന്ധ്ര ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു രജിസ്ട്രാർ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഒരു വിധി അന്ന് എനിക്ക് തോന്നുന്നത് ഒരു സിറ്റിങ്ങിന് 5 ലക്ഷമോ 10 ലക്ഷമോ വാങ്ങിക്കുന്ന ഒരു ഒരു ലോയറാണ് അന്ന് സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം കഴിഞ്ഞപ്പോൾ അന്നത്തെ ജഡ്ജി പറഞ്ഞു, ഇതായാലും നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളിത് പരിശോധിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുഴപ്പമില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ആന്ധ്രയുടെ സൊസൈറ്റി ആക്ടിലെ കംപ്ലയിൻസസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയിൽ നിന്നൊരു വിധി കിട്ടി. ആ വിധി കാണിച്ചിട്ടാണ് ഇതെല്ലാം പാസ്സായി എന്നും പറഞ്ഞ് നടന്നത്. പക്ഷെ അതിനൊരു വിധിയില്ല, അങ്ങനെ ഒരു സാധനമേ പാസ്സായിട്ടില്ല. രജിസ്ട്രാർ 1 മാസം കഴിഞ്ഞപ്പോൾ ലെറ്റർ അയച്ചു, ഇത് പാസ്സായിട്ടില്ലെന്നും ഇന്ന കംപ്ലയിൻസസ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഇത് ഫുൾഫിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വളരെ വ്യക്തമായ ലെറ്റർ മെമ്മോ ഇവിടെ വന്നു. ആ മെമ്മോ ഇവർ പൂഴ്ത്തി വെച്ചു, ആരും കാണിച്ചില്ല. ഈ ഒരു തുണ്ടുകടലാസ് മാത്രം അവർ സാധാരണ ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു പേപ്പർ കൊടുക്കും, ഇന്ന് ഇത്ര മണിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു, അതിനൊരു ഫീസും ഉണ്ട്, 100 200 രൂപയുടെ ഫീസും ഉണ്ട്. അത് വാങ്ങിച്ച പേപ്പറുമായിട്ടാണ് ഇത്രയും നാൾ ഇത് പാസ്സായി എന്ന് പറഞ്ഞ് നടന്നത്. അപ്പം നമ്മളുമൊക്കെ വിചാരിച്ച് ചിലപ്പം പാസ്സായെന്നാണ് നമ്മളും വിചാരിച്ചത്, നമുക്കും അറിയില്ലല്ലോ ഇതിനകത്തെ. എന്നാൽ ഈ സേവ് IPC കൊടുത്ത കേസ് വളരെ സ്ട്രോങ് ആയിരുന്നുകൊണ്ട് ഇന്നുവരെയും പാസ്സായിട്ടില്ല. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഈ 16-ാം തീയതി നാളെ കഴിഞ്ഞ ആ കേസുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യാൻ കൊടുത്തിരിക്കുക. 25-ാം തീയതിത്തേക്ക് വീണ്ടും ആ കേസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉണ്ടായ കേസ് പ്രോബ്ലം. IPCയിലെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർ ഇലക്ഷൻ നടത്തിയപ്പോൾ ഈ ഭരണഘടന അനുസരിച്ച് ഇലക്ഷൻ തീരുമാനിച്ചു. അതെ, ഇവർ തന്നെ ഇലക്ഷൻ ഈ പുതിയ ഭരണഘടന വെച്ച് നടത്തണം എന്ന് പറഞ്ഞു. പുതിയ ഭരണഘടന പാസ്സാകാത്തത്, രജിസ്ട്രാർ അംഗീകരിക്കാത്തത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. അപ്പം നമ്മളും വിചാരിച്ചു ഇത് ചിലപ്പം ഒരുപക്ഷെ ഇത് പാസ്സായി കാണും എന്നുള്ള ചിന്തയിൽ നമ്മളുമൊക്കെ ഇലക്ഷനിൽ പങ്കെടുത്തു. എന്നാൽ ചെയ്തത് എന്താ, ഇവർ ജയിക്കത്തില്ല എന്നുള്ള പൂർണ്ണ ബോധം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ വത്സൻ എബ്രഹാം പാസ്റ്ററുടെ ആ പാനലിൽ ഉണ്ടായിരുന്ന ആരും ജയിക്കാൻ ഒരു സാധ്യതയില്ല. ന്യായമായിട്ട് നടന്നിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റായിട്ട് അത് മത്സരിച്ച 5 പേരെ ഒരു കാരണവുമില്ലാതെ നോമിനേഷൻ കൊടുത്ത 5 പേരുടെ നോമിനേഷൻ തള്ളിക്കളഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ജേക്കബ് ജോൺ പാസ്റ്റർ തള്ളിക്കളഞ്ഞു. ജേക്കബ് ജോൺ പാസ്റ്റർ 2 വർഷം പ്രസിഡൻ്റായിട്ടിരുന്ന ആൾ, അദ്ദേഹത്തിന് എങ്ങനെ തള്ളിക്കളയുന്നത്? ഏത് അയോഗ്യത പുള്ളിക്ക് IPCയിൽ പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ ഉള്ള എന്ത് അയോഗ്യത ഉള്ളത്? അപ്പം അത് തന്നെ ഓർത്തോണം. പിന്നെ KS ജോസഫ് പാസ്റ്ററും
ബാംഗ്ലൂരിലെ അന്നത്തെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ കർണാടകയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ഇലക്ഷനിൽ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്നു. അവസാനം എന്ത് ചെയ്തു ആരാന്നറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ IPCയുടെ ID ഒരു കാർഡിൻ്റെ കോപ്പി ഇതിനകത്ത് വെക്കണമെന്നുണ്ടായിരുന്നു. ആ കോപ്പി ഇലക്ഷൻ കമ്മീഷൻ നോക്കിയപ്പോൾ കാണുന്നില്ല. ഇത് ഫോട്ടോ കോപ്പി എടുത്ത് പിൻ ചെയ്ത് വെച്ചത് അദ്ദേഹം നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരാളുടെ 2-3 പേര് വെരിഫൈ ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇത് വലിച്ചു കീറിക്കളഞ്ഞു. ഇതിനകത്തുനിന്ന് ഇത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി, ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്തുനിന്ന് വലിച്ചു കീറി കളഞ്ഞിട്ട് ഇതില്ല എന്നും പറഞ്ഞ് പുള്ളിയെ തള്ളി. ഇനി അഥവാ തന്നെ ഇതൊരു ദൈവസഭയാണ്, ദൈവസ്നേഹത്തിന് പോകുന്ന സഭയാണ്, ഒരു കോപ്പിയില്ല പാസ്റ്ററെ ആ കോപ്പി ഒന്ന് വെച്ചേക്ക് എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര വ്യാജക്കെതിരെ നോമിനേഷൻ കൊടുത്ത എല്ലാവരുടെയും തള്ളിക്കളഞ്ഞിട്ട് അതെ അദ്ദേഹത്തിന് ഇലക്ഷൻ ഇല്ലാതെ ജയിപ്പിക്കണം. അങ്ങനെ തന്നെ എക്സിക്യൂട്ടീവുകൾ മുഴുവൻ അങ്ങനെ തന്നെ ആയി. നിന്നവരെ എല്ലാം സെക്രട്ടറി ആയിട്ട് നിന്നവരെ, വൈസ് പ്രസിഡൻ്റായിട്ട് നിന്നവരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ട് അവരെല്ലാവരും ഏകപക്ഷീയമായിട്ട് ജയിച്ചു. അത് ഏത് ജനങ്ങളാണ് ലോകത്തൊരിടത്തും പറഞ്ഞു കേട്ടിട്ട് ഇല്ലാത്ത ഒരു നാണംകടൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഭരിക്കണമെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞാൽ പോലെ നിങ്ങൾ മത്സരിക്കരുത്, ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ നിൽക്കണം, ഞങ്ങൾ നന്നായിട്ട് ചെയ്തോളാം. ആർക്കായോ അവിടെ കയറി നിൽക്കണമെന്ന് ഇത്ര ആഗ്രഹമുള്ളത്? അല്ലെ എന്ത് കിട്ടാനാ? ഓക്കെ, നമ്മൾ ഈ സഭയിലുണ്ട്, അതുകൊണ്ട് സഭ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ചിലർ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സഭയുടെ നന്മയ്ക്ക് വേണ്ടി. അല്ലെ വ്യക്തിപരമായിട്ട് ഇപ്പം ആസ് എ ബിലീവർ എനിക്ക് ഇന്ന് വരെ 1 രൂപ എനിക്ക് സഭയിൽ നിന്ന് കിട്ടില്ല. 3 വർഷം അവിടെ ജനറൽ കൗൺസിൽ മെമ്പർ, 6 വർഷം ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു, ജനറൽ ട്രഷറായിരുന്നു. 1 രൂപയുടെ ഒരു എനിക്ക് അവിടെ നിന്ന് എടുത്തിട്ടുമില്ല, ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ IPCയുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു. കാര്യം അവിടെ പോയി നിന്നിരുന്നാൽ എത്രയോ പാസ്റ്റർമാർ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നത്, മകളെ പഠിപ്പിക്കണം, മകളെ കല്യാണം കഴിക്കണം, രോഗിയായിട്ടിരിക്കുന്നവർ, എത്രയോ പ്രശ്നങ്ങൾ. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എങ്ങനെ നോ എന്ന് പറയാം. ഈ സത്യത്തിൽ മറ്റു പല സഭകൾക്കും, അതായത് ഇപ്പം ട്രഡീഷണൽ ചർച്ചുകൾക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ അസറ്റ്സ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നടത്തിപ്പ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. IPC സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്നുമില്ല. ആത്മീയ കാര്യങ്ങൾ മാത്രം നേതൃത്വം കൊടുത്ത് പോയാൽ മതി. അവിടെയാണ് ആകപ്പാടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കൺവെൻഷൻ മാത്രമാണ് IPC ജനറൽ കൗൺസിലിൻ്റെ ഒരു ചാരിറ്റി ഇല്ല. അതെ. എന്നാൽ IPCയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. IPCയുടെ സഭകളിൽ നിന്നിട്ട് മറ്റുള്ള ചർച്ചുകൾ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓർഗനൈസേഷൻ നടത്തുന്നവരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ട് പോയി അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി. അല്ല, IPCയുടെ ലോകമെങ്ങുമുള്ള സഭകൾ, അല്ലെ പ്രത്യേകിച്ച് അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള സഭകളിലെല്ലാം ചെന്ന് ഈ ഓരോ പ്രോജക്റ്റായിട്ട് പോകണം. പാരാ ചർച്ച് ഓർഗനൈസേഷൻസും IPCക്ക് പുറത്തുള്ള പ്രസ്ഥാനങ്ങളും മറ്റ് സഭകളും ഒക്കെ പിരിവ് നടത്തുന്നുണ്ട്. IPC വിശ്വാസികളുടെ പണം മുഴുവൻ ആ നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചാനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ദശാംശമുണ്ട്, ആ പൈസ ഏതെങ്കിലും ദൈവവേലയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ IPC തന്നെ വേണമെന്നില്ല, IPCക്കാർ ചെയ്യുന്നില്ല, ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ വേറെ ഏതെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യ അങ്ങനെ ഇതുപോലെ സുശേഷീകരിക്കപ്പെട്ട എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ IPCക്കാരുടെ പൈസ തന്നെ അവിടെ എല്ലാം പോകുന്നത്. അതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ കുറേ എനിക്കറിയാം, അവർ നന്നായിട്ട് ആ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനൊന്നും നേതൃത്വം കൊടുക്കാൻ IPCക്ക് താല്പര്യമില്ല. IPCക്ക് പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. എങ്ങനെ അടുത്ത വർഷം കൂടെ ഇവിടെ പിടിച്ചിരിക്കാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ലായ്മ, ഒരു കൂട്ടായ്മ, ഒരു 2-3 പാനലായിട്ട് 2-3 രീതിയിൽ വിഭാഗീയത, ആവശ്യമില്ലാത്ത വിഭാഗീയത ഇതിനകത്ത് കൊണ്ടുവരിക. ഒന്നിച്ച് നിന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇത് ദൈവനാമത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, അല്ലാതെ വെളിയിൽ ഒന്നും കിട്ടാൻ വേണ്ടിയല്ലല്ലോ. പക്ഷെ ആ ഒരു ചിന്തയില്ലാതെ പോയതാണ് ഇതിനെല്ലാം അവർക്കൊരു പരാജയം വരാനുള്ള മെയിൻ കാരണം. അങ്ങനെ ഇലക്ഷനിൽ എല്ലാവരെയും തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്ന് ഒത്തിരി പേര് അതിനെ പ്രതിരോധിച്ചു, ഒത്തിരി പേര് വന്ന് അവിടെ പോലീസ് വന്നു. പിന്നെ പോലീസിൽ നിന്ന് ഇവർ ഇത് വാങ്ങിച്ചിരുന്നു, പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിരുന്നു. IPCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 100-5-8 വണ്ടി, 100-150 പോലീസ് നിന്നിട്ട് ഒരു ഇലക്ഷൻ നടത്തുന്നു. ഇത്ര എന്ത് അവിടെ തന്നെ ക്രിമിനലുണ്ടോ? എന്തിനാ ഇവരിങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത്? IPC ഇലക്ഷൻ നടത്തുന്നത് ഈവൻ മറ്റുള്ള സഭകളിൽ പോലും ഇല്ലല്ലോ അങ്ങനെ ഒരു യാക്കോബും ഞാൻ കണ്ടിട്ടില്ല. യാക്കോബും മാർത്തോമയൊക്കെ ഇലക്ഷനൊക്കെ നടക്കാറുണ്ട്. എവിടെ 150 പോലീസിനെ വെച്ചിട്ട് ഇലക്ഷൻ നടത്തുന്നത്? അപ്പോൾ അവിടെ തന്നെ കണ്ടില്ല എന്തൊരു വ്യാജമാണ് അവർ കൊടുത്ത പൈസ, എന്ന് മാത്രം പൈസ ചിലവായതിനൊക്കെ വേണ്ടി. എന്നാൽ ദൈവദാസൻ പട്ടിണിയായിട്ട് കിടന്ന് ഒരു 500 രൂപ കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കൊന്നും അവരെ കാണാൻ പോലും കിട്ടത്തില്ല.
ഇത് സാറേ, ഇതിപ്പം വളരെ സങ്കടകരമാണ് കാര്യങ്ങൾ. ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ വളരെ നിസ്സാരമായ കാര്യമാണ്. ഒരു മണിക്കൂർ വത്സൻ എബ്രഹാം ബ്രാസ്റ്ററും അദ്ദേഹത്തിനോട് നിൽക്കുന്ന മറ്റുള്ളവരും കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട്, എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് എന്തൊക്കെ തെറ്റുകളാണ് സംഭവിച്ചത് അത് തിരുത്തണം. അത് സഭയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ വേദപുസ്തകത്തിന് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു ചേഞ്ചസ് വന്നാൽ എല്ലാവരും അതിനകത്ത് വരും. ആർക്കും ഇവിടെ IPC രണ്ടാക്കണമെന്നോ IPCയിൽ സംഘർഷം ഉണ്ടാക്കണമെന്നോ ഭരണം പിടിച്ചെടുക്കണമെന്നൊന്നും ആർക്കും താല്പര്യമില്ല. ഒരു നേതാവ് പോലും ഇല്ല ഇങ്ങേ സൈഡിൽ. അപ്പുറത്ത് കുര്യൻ പാസ്റ്റർ എല്ലാ കാര്യങ്ങൾക്കും, പോലീസെങ്കിൽ പോലീസ്, പട്ടാളമെങ്കിൽ പട്ടാളം, ഗുണ്ടകളെങ്കിൽ ഗുണ്ടകൾ, കോർട്ട് കേസ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നു. ഇവിടെ ആരുമില്ല അങ്ങനെ മുന്നിൽ നിൽക്കാൻ. ഇവിടെ വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിഫൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ല, അത് പലരും പറഞ്ഞത് ഈ വളരെ ഇങ്ങനെ IPCയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ കുമ്പനാട് കൺവെൻഷൻ പോലും നടക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർ നടത്തുന്ന ആ കൺവെൻഷനെ തടയണമെങ്കിലൊക്കെ വളരെ നിസ്സാരമായിട്ട് സാധിക്കുന്നേ. ആരും അതിനകത്തൊന്നും നമ്മുടെയും വികാരമില്ല. നമ്മൾ IPC ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഏകദേശം 50 വർഷത്തെ പാരമ്പര്യ IPCയിലുള്ള 50 വർഷമായിട്ട് ഞാൻ IPCയുടെ അംഗമാണ്. IPCയുടെ ചർച്ചിൽ പോകുന്നു. IPC ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കല്യാണം കഴിച്ചു. ഈവൻ ഞാൻ മരിച്ച അടക്കുന്നു IPCയിലാണ്. ഞാൻ അവിടുന്ന് പിന്നെ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പം IPC നേരെയായി പോകുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഇതിന് പിന്നിലുള്ള എല്ലാവർക്കും ഉള്ളൂ. അങ്ങനെ IPCയിൽ ഒരു സ്വാർത്ഥതയുള്ളവർ വളരെ കുറവാണ്. ഇവരെന്നാൽ ഈ വത്സൻ എബ്രഹാം പാസ്റ്ററും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള ഈ ഐഗോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ ഒരു നെറ്റ്വർക്ക് സഭകളുടെ കാണിക്കണം, ചർച്ചസിൻ്റെ കാണിക്കണം. അത് വേറെ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് വേണം. കുര്യൻ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറെ ജോലിയൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും വരുമാനം വേണേൽ അദ്ദേഹത്തിന് ഈ സഭ വേണം. സഭയിൽ ജയിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് അവിടെ കയറിയിരിക്കാൻ പറ്റില്ല. അത് അദ്ദേഹം തന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു. പാവം എല്ലാ ഇലക്ഷനിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി വോട്ടൊക്കെ ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്. ആരും വോട്ട് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആണോ, അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ ചരിത്രമാണോ എനിക്കറിയില്ല. എനിക്ക് അത്ര വലിയ ഇപ്പം ഞങ്ങൾ നല്ല ലോഹ്യത്തിലുമൊക്കെ ആണ്. നമുക്ക് ആരോടും വൈരാഗ്യം ഒന്നുമില്ല, എന്തിനാ വൈരാഗ്യം പറയുന്നത്. പക്ഷെ എന്നാലും ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരാളായിപ്പോയി നമ്മൾ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമല്ല, ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കും അംഗീകാരമില്ലാത്തവരായി പോയല്ലോ. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. ഇപ്പോൾ അതിൽ മത്സരിച്ചവരെല്ലാം അവിടെ ഇപ്പം നിൽക്കുന്നവരിൽ ആരും ഒരു ജനാംഗീകാരമുള്ള ആളുകൾ ഇല്ല, കുറവാണ്. മത്സരിച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. മത്സരിച്ച് പരാജയപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ഇപ്പം തന്നെ കേരള സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്ത്, കേരള സ്റ്റേറ്റിൽ വളരെ ഭംഗിയായിട്ട് ഇലക്ഷൻ നടന്നു, ഭരണസമിതി വന്നു, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, ഒരു പ്രശ്നം അവിടെ ഒന്നും ഉണ്ടായില്ല. അന്നേരം കേരള സ്റ്റേറ്റ് ഇപ്പം പിടിച്ചെടുക്കണം. ഇലക്ഷൻ നന്നാൽ ഒരു കാരണവശാലും പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായതുകൊണ്ട് ഉടനെ ഒരു അഡ്വോ കമ്മിറ്റി എന്നും പറഞ്ഞൊരു കമ്മിറ്റി കേരള സ്റ്റേറ്റ് ജനങ്ങൾ തിരഞ്ഞെടുത്തവരെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഇനി വീട്ടിൽ ഇരുന്നോ, ഞങ്ങൾ തോറ്റവരെല്ലാം കൂടെ കൂടി ഒരു അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങളാണ് ഭരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതെല്ലാം ഒരു അനീതിയുടെ അങ്ങേ അറ്റം. ഇത് കേട്ടുകേൾവി പോലുമില്ല, ദൈവസഭയിൽ കേട്ടുകേൾവിയില്ല. പിന്നെ ഇത് സഭയിൽ വിശ്വാസികൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് അവർക്കറിയാം അവരവിടെ കയറിയിരിക്കുന്ന ആരാ. ഇപ്പോൾ കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിച്ച ആരാ, അവരാണ് IPCയുടെ ആൾക്കാരെന്ന് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഇത് വ്യാജമായിട്ടാണ്, തെറ്റായിട്ടാണ് അവർ കയറിയിരിക്കുന്നത് എന്നുള്ള സത്യം അറിയുന്നില്ല. ഇവിടെ ഇവർ എന്തെങ്കിലും രീതിയിൽ ഒരു കോംപ്രമൈസ് നടക്കണമെങ്കിൽ ഇവിടെ നടക്കുക വ്യാജമായ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 2022 കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അത് ഇലക്ഷൻ വോട്ട് ചെയ്യണം. അത് വീണ്ടും ഒരു ജനറൽ ബോഡി വിളിച്ച് വോട്ടെടുത്തിട്ട് ഏതൊക്കെ ക്ലോസാണ് അതിൽ പാസ്സാകുന്നത് അത് വെച്ച് വേണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇലക്ഷൻ നടത്തി ആര് ജയിക്കുന്നോ അവർക്ക് 100 1500% സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാണ് എല്ലാവരും. കാര്യം നമ്മുടെ സഭയല്ലേ, നമ്മളെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത്? ഒരു കുടുംബമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവത്താഴം ഒന്നിച്ചെടുക്കുന്നവർ നമ്മളെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത്? ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ കൺമുമ്പിൽ അകൃത്യവും ഇതെല്ലാം കാണുമ്പോൾ അത് മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ച് അതിൻ്റെ മുഴുവൻ പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ബ്ലഡ് സമ്മതിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പോയിട്ട് എന്തു വേണേലും ഒരു സ്ഥാനം ആർക്കും വേണ്ട. ഇപ്പോൾ ഇങ്ങേ സൈഡിൽ നിൽക്കുന്ന ഒരാൾ ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നവരല്ല. അവർ നന്നായിട്ട് സഭ പോകണം എന്ന് മാത്രമേ ചിന്തിക്കുന്നവരുള്ളൂ. അത് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ കള്ളത്തരങ്ങൾ മാറ്റണം. സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ചൊവ്വേ പോയാൽ
തീർച്ചയായിട്ടും സഹകരിക്കും. സഭ നല്ല രീതിയിൽ വളർന്നു വരും. ഇപ്പം തന്നെ എത്രയോ ആൾക്കാരാണ്, എത്രയോ പാസ്റ്റേഴ്സൊക്കെ കരഞ്ഞ് വിളിക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര വേദനയാണ്. സഭാ നേതൃത്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സുഖമില്ലാവുന്ന അത് സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളം ന്യൂസുകൾ വരുന്നു. എന്നാൽ ഇതൊന്നും അനങ്ങാതിരുന്നാലോ, പ്രതികരിക്കാതെ എത്ര നാളിരിക്കും? അതുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ സഭ വേറെ രീതിയിലോട്ട് തന്നെ പോകത്തുള്ളൂ. ഒരു ഏകപക്ഷീയമായിട്ട് എന്തും ചെയ്യാം. ഇപ്പം തന്നെ എത്ര പേരെ മുടക്കി? വത്സൻ എബ്രഹാം പാസ്റ്റർ വന്നതിന് ശേഷം എനിക്കൊന്ന് ഒരു 50 പേരെ സഭയിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കൗൺസിൽ അംഗങ്ങളായ വളരെ മുടക്കി, എന്നെ ഉൾപ്പെടെ. കൗൺസിൽ മെമ്പറായി ഞാൻ യോഗ്യനല്ലെന്നാണ് വത്സൻ എബ്രഹാം പാസ്റ്റർ പറയുന്നത്. കാര്യം ഞാൻ വത്സൻ എബ്രഹാം പാസ്റ്ററിന് സ്തുതി പാടുന്നില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയും. നമ്മൾ നേരാണ്. അദ്ദേഹം പറഞ്ഞ നല്ല സകല കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഭയിലെ കാര്യങ്ങളിൽ ഈവൻ ഫുഡ് പോലും ഞാൻ വത്സൻ എബ്രഹാം പാസ്റ്റർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫുഡ് ഒരു വർഷത്തെ മുഴുവൻ ഞാനായിരുന്നു എൻ്റെ ചുമതല. നമ്മളെന്തിനാ ചെയ്യുന്നത്? ഈ സമയമില്ലാത്ത സമയത്ത് കാശും മുടക്കി അവിടെ പോയിരിക്കേണ്ട കാര്യം എനിക്കെന്നെ. അപ്പം നമ്മൾ സഭയെ സ്നേഹിക്കുന്നുണ്ട്, അതിന് ഇന്നും നാളെയും സ്നേഹിക്കും. അതിന് എതിരുള്ള കാര്യങ്ങൾ എന്ത് വന്നാലും അതിനെ എതിർക്കും, നമ്മളെ കൊണ്ടാകുന്ന പരിധിയിൽ. കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കാനുള്ള ആത്മീയമായ മാർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റത്തില്ല. നമ്മുടെ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം അല്ലല്ലോ നമുക്ക്. നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ കണ്ട് വേറെ സഭകളിൽ നിന്ന് ബന്ധകോസ്വാസത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ ആ ഒരു അന്ന് നമ്മളെ ഇങ്ങോട്ട് വരുത്തിയ ആ ഒരു വിശ്വാസവും ആ ഒരു ദൈവിക ഭയവും നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് വിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ എന്താണേലും ജനീയ കോടതികളുണ്ട്, നീതിന്യായ കോടതികൾ വഴി ആടേലും നമുക്കത് വിജയിക്കാൻ പറ്റും. സഭ നല്ലൊരു രീതിയിൽ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നീതി കോടതികളിലെല്ലാം കേസുകൾ ഇപ്പം ഒരു ഫൈനൽ ആയി. ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് സമയമെടുക്കുന്നുണ്ട്, 3-4 വർഷമൊക്കെ എടുക്കും. എന്നാൽ ഏകദേശമൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചിന്ത, ഒരു എലക്ഷൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു എലക്ഷൻ നടക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വേണമെങ്കിൽ അതും കോടതിയുടെ നിരീക്ഷണത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടത്തി പുതിയൊരു ബൈലോ കൊണ്ടുവന്നിട്ട് അത് പ്രകാരം ഇലക്ഷൻ നടത്തി ആരാന്ന് വെച്ചാൽ ഭരിച്ച് അങ്ങനെ സഭ നല്ലൊരു രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ ഇങ്ങനെ വന്നാൽ സഭ നാട്ടിലും നമ്മുടെ പേര് പോവും. IPCയുടെ ഓൾറെഡി പേര് വളരെ മോശമായി. ഇനിയും മുന്നോട്ട് നമ്മൾ താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിലയില്ലാതെ. ഓക്കെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വലിയ പ്രതിസന്ധിയെ നേരിടുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗത്ത് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സഭയുടെ ന്യായമായ നിലയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സജി പോൾ നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. എന്താണ് സഭയിലെ പ്രശ്നം, എങ്ങനെ ഇത് പരിഹരിക്കുവാൻ സാധിക്കും, എവിടേക്കാണ് ഇത് എത്തി നിൽക്കുന്നത്, നീതിന്യായ കോടതികളിൽ നിന്ന് ന്യായമായ ഒരു തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങളെത്തും, സഭയിലൊരു പുതിയ ഇലക്ഷൻ നടക്കും, പുതിയൊരു ഭരണസമിതി വരും എന്നൊക്കെ അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഏതായാലും ആ നിലയിൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. സഭയിലെ ദൈവദാസന്മാരും ദൈവജനവും ആ നിലയിൽ ഒരു പുതിയ നേതൃത്വം വന്ന് സഭ പുതിയൊരു പാന്താവിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിൻ്റ് എഡിഷനുണ്ട്. ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.